കോടതിയിൽ ഹാജരാക്കപ്പെടുന്ന പ്രതിക്ക് മജിസ്ട്രേറ്റ് മുമ്പാകെ ഈ നോൺ ബെയിലബിൾ ഒഫൻസ് ആണെങ്കിൽ പോലും ജാമ്യാപേക്ഷ നൽകുന്നതിന് തടസ്സമില്ല. ആ ഒരു ജാമ്യത്തെ പറയുന്ന പേരാണ് ഇന്ററിം ബെയിൽ എന്ന് പറയുന്നത്, താൽക്കാലിക ജാമ്യം. അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ ജാമ്യം അനുവദിച്ചിട്ടില്ല എന്നുള്ള കാര്യം കാണിച്ച് മേൽക്കോടതികളിൽ അദ്ദേഹത്തിന് റിമാൻഡിലായ സമയത്തും ജാമ്യാപേക്ഷ നൽകാം. ആ ബെയിലിനെ പറയുന്ന പേരാണ് റെഗുലർ ബെയിൽ എന്ന് പറയുന്നത്. നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് സുജിത് അയ്യനപ്പള്ളി. നിയമസംബന്ധിയായ മറ്റൊരു വിഷയമായി നിങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഇവിടെ സംസാരിക്കുന്ന വിഷയം ജാമ്യം എന്നുള്ള ഒരു വാക്കിനെ സംബന്ധിച്ചാണ്. എന്താണ് ജാമ്യം? നമുക്കറിയാം, ഈ വാക്ക് നമ്മൾ കാലങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്നു. ജാമ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുറ്റാരോപിതൻ അല്ലെങ്കിൽ പ്രതിയെ കസ്റ്റഡിയിൽ നിന്നും താൽക്കാലികമായി വിട്ടയക്കാനുള്ള ഒരു സംവിധാനം അല്ലെങ്കിൽ നിയമ സംവിധാനമാണ്. ജാമ്യം തന്നെ പലതരത്തിലുള്ള ജാമ്യത്തെ പറ്റി നമ്മൾ കേൾക്കാറുണ്ട്. ഏറ്റവും എളുപ്പത്തിൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന സ്റ്റേഷൻ ജാമ്യത്തെ പറ്റിയാണ്. ഈ സ്റ്റേഷൻ ജാമ്യത്തെ പറ്റി പറയുമ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങളെ സംബന്ധിച്ച് പറയേണ്ടി വരും. ബെയിലബിൾ ഒഫൻസ്, നോൺ ബെയിലബിൾ ഒഫൻസ്. നമ്മുടെ ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് രണ്ട് തരം ഒഫൻസസ് അല്ലെങ്കിൽ രണ്ട് തരം കുറ്റകൃത്യങ്ങളാണ് ഉള്ളത്. നോൺ ബെയിലബിൾ ഒഫൻസും അതുപോലെ തന്നെ ബെയിലബിൾ ഒഫൻസ്. ബെയിലബിൾ ഒഫൻസിനെ പറ്റി ആദ്യം പറയാം. ബെയിലബിൾ ഒഫൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെയിൽ ഒരു അവകാശം എന്നുള്ള രീതിയിൽ കുറ്റാരോപിതന് എടുക്കാൻ സാധിക്കുന്ന കുറ്റകൃത്യങ്ങൾ. ചുരുക്കത്തിൽ അത് താരതമ്യേന ചെറിയ അല്ലെങ്കിൽ ദുർബലമായ അല്ലെങ്കിൽ അത്ര കഠിനമല്ലാത്ത കുറ്റകൃത്യങ്ങളായിരിക്കും ബെയിലബിൾ ഒഫൻസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ കാറ്റഗറിയിൽ പെടുന്ന ഒഫൻസസ് ആയിട്ട് വരുന്നത്. അപ്പോൾ അത്തരം ഒഫൻസസിൽ അത്തരം കുറ്റകൃത്യങ്ങളിൽ പ്രതിക്ക് ഒരു അവകാശം എന്നുള്ള രീതിയിൽ തന്നെ ജാമ്യം ചോദിച്ച് വാങ്ങാൻ സാധിക്കും. അപ്പോൾ അത്തരം കുറ്റകൃത്യം ബെയിലബിൾ ഒഫൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ തന്നെ നമുക്ക് അല്ലെങ്കിൽ കുറ്റാരോപിതന് ജാമ്യം എടുക്കാൻ സാധിക്കും. അതിനെ സാധാരണ രീതിയിൽ ഇപ്പോഴത്തെ വ്യവസ്ഥ അനുസരിച്ച് ആധാർ കാർഡ് ഉള്ള രണ്ടുപേരോ ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ അത് എന്താ പറയുക, ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർക്ക് തീരുമാനിക്കാം എത്തരത്തിലാണ് ഈ ജാമ്യം കൊടുക്കാനുള്ള വ്യവസ്ഥ എന്നുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രൊസീജിയേഴ്സാണ് സാധാരണ രീതിയിൽ സ്റ്റേഷൻ ജാമ്യത്തിനൊക്കെ എടുക്കാറുള്ളത്. മറ്റൊരു തരത്തിലുള്ള ഒഫൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ ബെയിലബിൾ ഒഫൻസ്. നോൺ ബെയിലബിൾ ഒഫൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാമ്യം ഒരിക്കലും ഒരു അവകാശം എന്നുള്ള രീതിയിൽ ചോദിച്ചു വാങ്ങാൻ സാധിക്കില്ല. അത് ജഡ്ജിൻ്റെ ഡിസ്ക്രിഷൻ, അദ്ദേഹത്തിന് തീരുമാനിക്കാം അത്തരം കുറ്റകൃത്യങ്ങൾ ആരോപിക്കപ്പെടുന്ന വ്യക്തിക്ക് ജാമ്യം നൽകണോ വേണ്ടയോ എന്നുള്ളത്. അപ്പോൾ അത്തരം കുറ്റകൃത്യങ്ങളിൽ ബെയിൽ എടുക്കുന്ന സമയത്ത് സ്റ്റേഷൻ ജാമ്യം അത് കിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കോടതിയെ സമീപിക്കേണ്ടി വരും. കോടതിയിൽ ഹാജരാക്കപ്പെടുന്ന പ്രതിക്ക് മജിസ്ട്രേറ്റ് മുമ്പാകെ ഈ നോൺ ബെയിലബിൾ ഒഫൻസ് ആണെങ്കിൽ പോലും ജാമ്യാപേക്ഷ നൽകുന്നതിന് തടസ്സമില്ല. അത്തരം സന്ദർഭങ്ങളിൽ മജിസ്ട്രേറ്റിന് നോൺ ബെയിലബിൾ ഒഫൻസ് ആണെങ്കിൽ പോലും പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് നോട്ടീസ് നൽകി 7 വർഷം വരെയുള്ളതിന് നോട്ടീസ് നൽകണമെന്ന് നിർബന്ധം ഇല്ല. എങ്കിൽ പോലും നോട്ടീസ് നൽകിയതിന് ശേഷം മജിസ്ട്രേറ്റിന് പരിഗണിക്കാം അത്തരം കുറ്റകൃത്യം ശരിയാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് വിശ്വസനീയമാണ്, പ്രൈമ ഫേസി കേസ് ഉണ്ടോ എന്നൊക്കെ നോക്കി, അല്ലെങ്കിൽ കുറ്റാരോപിതൻ്റെ സ്വഭാവം എന്നുള്ളതൊക്കെ നോക്കി, അല്ലെങ്കിൽ അതിൻ്റെ ആൻറ്റിസിഡൻസ് ഹിസ്റ്ററി ഒക്കെ നോക്കി മജിസ്ട്രേറ്റിന് ആവശ്യമെങ്കിൽ തോന്നുകയാണെങ്കിൽ ജാമ്യം നൽകാം. ചില സമയത്ത് പബ്ലിക് പ്രോസിക്യൂട്ടർ അല്ലെങ്കിൽ APP എന്ന് പറയുന്ന നമ്മളുടെ മജിസ്ട്രേറ്റ് കോടതിയിലേക്കാണെങ്കിൽ APP, അതുപോലെ മറ്റ് കോടതികളാണെങ്കിൽ പ്രോസിക്യൂട്ടർ, അവർക്ക് നോട്ടീസ് നൽകാൻ സാധിച്ചില്ലെങ്കിൽ പോലും നോൺ ബെയിലബിൾ ഒഫൻസിലാണെങ്കിൽ പോലും ജഡ്ജിന് ജാമ്യം നൽകാം. അതിനെ നമ്മൾ താൽക്കാലികമായിട്ട് അടുത്ത ഒരു വർക്കിംഗ് ഡേ അല്ലെങ്കിൽ ഒരു മുടക്കു ദിവസമൊക്കെയാണ് ഒരാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് താൽക്കാലികമായിട്ട് ജാമ്യം നൽകാൻ സാധിക്കും. ആ ഒരു ജാമ്യത്തെ പറയുന്ന പേരാണ് ഇന്ററിം ബെയിൽ എന്ന് പറയുന്നത്, താൽക്കാലിക ജാമ്യം. ഇനി അതിനുശേഷം ഏതെങ്കിലും കാരണവശാൽ മജിസ്ട്രേറ്റ് കോടതി അല്ലെങ്കിൽ ഹാജരാക്കപ്പെടുന്ന കോടതി അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ ജാമ്യം അനുവദിച്ചിട്ടില്ല എന്നുള്ള കാര്യം കാണിച്ച് മേൽക്കോടതികളിൽ അദ്ദേഹത്തിന് റിമാൻഡിലായ സമയത്തും വക്കീൽ മുഖാന്തരം ഒരു ജാമ്യാപേക്ഷ നൽകാം. ആ ബെയിലിനെ പറയുന്ന പേരാണ് റെഗുലർ ബെയിൽ എന്ന് പറയുന്നത്. ഇതൊന്നുമല്ലാതെ നമ്മൾ കൂടുതൽ കേൾക്കുന്ന ഒരു വാക്കാണ് മുൻകൂർ ജാമ്യം എന്നുള്ള വാക്ക്. മുൻകൂർ ജാമ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും മുൻകൂറായി എടുത്തു വയ്ക്കുന്ന അല്ലെങ്കിൽ കുറ്റം ചെയ്യുന്നതിന് മുൻകൂറായി എടുത്തു വയ്ക്കുന്ന ഒരു ജാമ്യമൊന്നുമല്ല. മുൻകൂർ ജാമ്യം അല്ലെങ്കിൽ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ എന്ന് പറയുന്ന ജാമ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോൺ ബെയിലബിൾ ഒഫൻസ് അലജ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ആരോപിക്കപ്പെട്ടിട്ടുള്ള വ്യക്തിക്ക് അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ കോടതിയെ സമീപിച്ച് മുൻകൂറായി, അതായത് അറസ്റ്റ് ചെയ്യുന്നതിന് മുൻകൂറായി തന്നെ എടുത്തു വയ്ക്കാൻ എന്ന് പറയാൻ പറ്റില്ല, അപേക്ഷ കൊടുത്തതിന് ശേഷം കോടതിക്ക് ആവശ്യമെങ്കിൽ മാത്രമാണ് അത് കൊടുക്കുകയുള്ളൂ. പല കാര്യങ്ങളും പരിഗണിച്ചതിന് ശേഷം മാത്രമാണ്
മുൻകൂർ ജാമ്യം അനുവദിക്കുകയുള്ളൂ. അത്തരം മുൻകൂറായി അറസ്റ്റ് ചെയ്യപ്പെടുന്നതിന് മുൻപ് തന്നെ കോടതി ഒരു കുറ്റാരോപിതന് ജാമ്യം നൽകുകയാണെങ്കിൽ അദ്ദേഹത്തിന് ആൻറ്റിസിപ്പേറ്ററി ബെയിൽ, മുൻകൂർ ജാമ്യം ലഭിച്ചു എന്ന് പറയാം. ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ ഏറ്റവും കൂടുതൽ ദൈനംദിന എന്നോണം കേൾക്കുന്ന ഒരു വാക്കാണ് ജാമ്യം. അതിൻ്റെ വിവിധ തരങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിച്ചത്. നിയമസംബന്ധിയായ മറ്റൊരു വിഷയവുമായി വീണ്ടും നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.